വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇതിൽ അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന സാറ്റിൻ ഓർഗൻസ ഫാബ്രിക്കിലുള്ള ഒരു കുർത്തിയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു എല്ലാവരും ഇപ്പം കുറച്ച് ഹെവി ആയിട്ട് അനാർക്കലി പാറ്റേൺസ് ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പാനൽ ചെയ്തിട്ടുള്ള കുറച്ച് ഫ്ലെയർ ആയിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ കൂടുതലും നമ്മൾ എയർലൈൻസ് വിത്ത് പ്ലീറ്റ്സ് ആണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു ഭയങ്കര ഫ്ലെയറിലാണ് കിടക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പം ഒരു അനാർക്കലിയുടെ ഒരു ലുക്കും ഉണ്ടാവും. നമ്മൾ വെറൈറ്റി ആയിട്ട് പ്രത്യേകിച്ച് വേറെ യോക്കൊന്നും കൊടുക്കാതെ ഇതുപോലെ ഈ സെയിം ഫാബ്രിക് തന്നെ വെച്ചിട്ട് ഇതുപോലൊരു നെക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ട് എപ്പോഴും ഈ ഒക്കെ എല്ലാം ചെയ്യുന്നത് ഇതുപോലൊരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ട് നല്ല ഈ ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ കളറും ഭയങ്കര സൂപ്പർ കളറാണ്. ശരിക്കും ഒരു എന്താ പറയാ, ക്രീം തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ളതുമല്ല, എന്നാൽ ഒരു യെലോടെ ലൈറ്റ് ബേബി യെലോടെ ഒരു ഷെയ്ഡും കൂടെ വരുന്നത്. അതിനകത്തോട്ട് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല റിസോർട്ട്. അത് ഞാനിത് ആക്ച്വലി ഇതിന്റെ ദുപ്പട്ട വെറുതെ ഇത് പെയർ ചെയ്തേ ഉള്ളൂ, കാരണം നമ്മൾ ടോപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഞാനത് സെയിം ടോൺ ഇട്ടപ്പോൾ നല്ലൊരു ഭംഗി. സിംഗിൾ ടോപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ടോപ്പും ദുപ്പട്ട ഇങ്ങനെ പെയർ ചെയ്തപ്പോൾ സെയിം ടോൺ തന്നെ. നമ്മൾ മുമ്പ് ഒരുപാട് ഇതേപോലെ സെറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെ സെയിം ടോൺ തന്നെ ഫാബ്രിക്. നമ്മൾ പ്ലെയിൻ ഇടുമ്പോൾ ഉള്ള ഭംഗിനെക്കാട്ടിലും ഈ സെയിം ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മളൊരു ഫംഗ്ഷൻ വേറെ കേട്ട് ഒത്തിരി ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിട്ട് എന്നുള്ളവർക്ക് ഇത് സൂപ്പറാണ്. അതുപോലെ യോക്ക് ഇതേപോലെ കൊടുത്തിട്ട് സോഫ്റ്റ് ബോൾസ് എല്ലാം കൊടുത്ത് ഇതേപോലെ ഉണ്ട്. താഴോട്ട് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതായിട്ടൊരു ബോർഡർ ഷേപ്പിൽ താഴെ ഒരു ബോർഡർ ആയിട്ട് 2 ഇഞ്ചിന്റെ ഒരു ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ക്രേപ്പ് കൊണ്ടുള്ള സെയിം ടോൺ തന്നെ ഒരു ബോട്ടൊക്കെ വേറെ ചെയ്താൽ മതി. നമുക്ക് ഇനിയും എന്താ പറയാ, കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇപ്പം സ്ലിറ്റിൽ ചെയ്യണമെങ്കിലും ചെയ്യാം. അതല്ല ഇപ്പം എങ്ങനെ പ്ലീറ്റ്സിന്റെ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി. കാരണം നമ്മളിത് കുറച്ച് പീസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓക്കെ, ലെങ്ത് കാര്യങ്ങളെല്ലാം കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. വിത്ത് ദുപ്പട്ട വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. പ്ലെയിൻ ദുപ്പട്ട വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഈ ഫ്ലോറൽ കളർ രണ്ടും, ക്രീമോ അല്ലെങ്കിൽ ഈ ഫ്ലോറലിന്റെ കളറോ, പക്ഷെ സമയം വേണം. ബോട്ടം അതുപോലെ തന്നെ ക്രേപ്പിന്റെ ബോട്ടം ആണെങ്കിൽ നമ്മൾ ക്രേപ്പ് ആയിരിക്കും നല്ലത്. കാരണം ബോട്ടം ഇങ്ങനെ തന്നെ ആ കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അതിന്റെ ഭംഗി, താഴോട്ട് നിൽക്കാതെ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു അനാർക്കലിയുടെ ഫീല് വേണമെങ്കിൽ ചുടി ബോട്ടം അല്ല, പെൻസിൽ ബോട്ടം താഴോട്ട് നിന്നിട്ട് ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താൽ അത് വേറെ ലുക്ക്. ഫ്ലെയർ ഉള്ള ഒരു ടോപ്പ്, ഒരു അനാർക്കലിയുടെ ലുക്കൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ലോങ് ഒക്കെ ആയിരിക്കും, ഭയങ്കര സ്റ്റൈലായിരിക്കും. നമ്മൾ ഇത് തന്നെ 49 ലെങ്ത് ഉണ്ട്. അത് കസ്റ്റമൈസേഷനിൽ നിങ്ങൾക്ക് ലെങ്ത് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു ഫ്രോക്ക് ഒക്കെ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ബാക്ക് സൈഡ് എയർലൈൻ തന്നെയായിട്ടാണ് ചെയ്തേക്കുക. ഞാൻ ഇതിന്റെ മെറ്റീരിയൽ ഒന്നും കൂടെ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇതേപോലെയാണ് ഈ മെറ്റീരിയൽ ഉണ്ട്. ഭയങ്കര ഷൈനിങ് വരുന്ന ആ മെറ്റീരിയലിൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ട്. സാറ്റിൻ ഓർഗൻസയുടെ ഷൈനിങ് ഇല്ല, നമ്മൾ ഇതിന്റെ പ്ലെയിൻ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഷൈനിങ് വരുന്നു. പിന്നെ നമ്മൾ ഈ മെറ്റീരിയലിന്റെ വിഡ്ത്തിനനുസരിച്ച് ചെറിയൊരു ജോയിന്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്പെഷ്യലി പറയുന്നു, കാരണം നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺസ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതുപോലെ ഉണ്ടാവും ആ ഒരു ഡിസൈൻ. കണ്ട ഫ്ലോറൽ ഡിസൈൻ ഇതുപോലെ ആയിരിക്കും അതിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. നല്ല റിസോർട്ട്. അതിന്റെ എൻഡ് കണ്ടോ, ഇതേപോലെ എൻഡിലോട്ട് ഇതേപോലെ ഇത് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ബോൾസ് ഇതേപോലെ സോഫ്റ്റ് ബോൾസ് എല്ലാം കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ഇതേപോലെ എയർലൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ആ മെറ്റീരിയൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാർക്കർ ടോണിലാണ് നമ്മൾ എപ്പോഴും ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ലൈറ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നതാണ്. നല്ല രസമാണ്. ആ പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തേക്കണം. ആ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വിത്ത് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ മതി, കാരണം വിതൗട്ട് ദുപ്പട്ട വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 15 to 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.